നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അന്ന് ശവം എത്ര വീണെന്നറിയാമോ? ഇന്നൊരു ശവം വീഴാൻ സാധ്യതയുണ്ട്. ആരുടെ സാറേ? തൻ്റെ. നീ വായറച്ചിരുന്നില്ലെങ്കിൽ എൻ്റെ ഒരു ബുള്ളറ്റ് വേസ്റ്റ് ആവും. കമല പറടാ. അച്ഛനെ കിട്ടിപ്പോയി. നമ്മുടെ ശാരദാമ്മയെ തട്ടിക്കൊണ്ടുപോയവരുടെ ഡീറ്റെയിൽസ് മൊത്തം കിട്ടി. ആണോ? ആരാന്ന് പറയടാ, ആരാ? അതാ മട്ടാഞ്ചേരി മാർട്ടിന്റെ ടീമാ ആശാനെ. മാർട്ടിനോ? മാർട്ടിൻ പക്ഷെ ഇത്ര കാലത്തിന് ശേഷം അത് അവന്റെ ഒരു പ്രത്യേകത ആശാനെ. പാമ്പിന്റെ പക ഉള്ളി വെച്ചുകൊണ്ടിരിക്കും. എത്ര വർഷം കഴിഞ്ഞാലും ആന് കൊത്തുകയും ചെയ്യും. അതാ അവന്റെ ഒരു ചരിത്രം. എടാ, അതിന് അവന് പക എന്നോടല്ലേ? ഞങ്ങൾ തമ്മിലല്ലേ കണക്ക് തീർക്കണ്ടേ? ആശാനോട് മാത്രമല്ലല്ലോ, അവൻ ഏട്ടത്തേമയോടും പകയുണ്ടാവില്ലേ? രണ്ടുപേരെയും ഒരുപോലെ നോവിക്കാനായിരിക്കും അവന്റെ ലക്ഷ്യം. അതിനുള്ള അവസരം നോക്കി കാത്തിരുന്നതായിരിക്കും. ശരി, ആയിക്കോട്ടെ. എവിടെയാണ് അവരുടെ താവളമെന്ന് വല്ല ഊഹമുണ്ടോ നിനക്ക്? അവൻ അങ്ങനെ സ്ഥിരമായി താവളമൊന്നും ഇല്ല ആശാനെ. ഓരോ കുറ്റകൃത്യം ഓരോ സ്ഥലത്ത് വെച്ചാ. ഒരാഴ്ച മുമ്പേ ആഴിമലയിൽ അവനും അവന്റെ കൂട്ടാളികളും കൂടെ ഒരു ഗസ്റ്റ് ഹൗസ് എടുത്ത് താവളം ഉറപ്പിച്ചതായിട്ട് വിവരം കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾ ഓരോരുത്തരുടെയും നീക്കം വാച്ച് ചെയ്യാനായിട്ടേ സാധ്യതയുള്ളൂ. മിക്കവാറും അവിടേക്ക് തന്നെ ആശാന ഇത്തവണയും നീക്കം. ശരി, നീ വെച്ചോ, ബാക്കി ഞാൻ നോക്കിക്കോളാം. അച്ഛനെ, പിന്നെ വേറൊരു കാര്യം. എന്താടാ? മാർട്ടിന്റെ കൂട്ടത്തിലുള്ള ടീമേ മൊത്തം കഞ്ചാവാ. എന്തും ചെയ്യാൻ മടിക്കില്ല അവന്മാര്. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ചെയ്യണം ആശാനെ. നീ ഫോൺ വെക്കടാ. കിഡ്നാപ്പ് ചെയ്യപ്പെട്ട ആളുടെ പേരെന്താന്നാ പറഞ്ഞത്? ശാരദ. ശാരദാമ്മയെ കിഡ്നാപ്പ് ചെയ്ത വണ്ടിയുടെ നമ്പർ പരാതിയിൽ എഴുതിയിട്ടുണ്ട് സർ. അതൊക്കെ വ്യാജ നമ്പരായിരിക്കും. പ്ലാൻ ചെയ്ത് നടപ്പാക്കിയ കിഡ്നാപ്പ് അല്ലേ? അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഏതെങ്കിലും പെട്ടി ഓട്ടോയുടെയോ ബൈക്കിൻ്റെയോ ഒക്കെ നമ്പരായിരിക്കും. അതും ഏതെങ്കിലും പാവപ്പെട്ടവന്മാരുടെ. അപ്പോ ശാരദാമ്മയെ കണ്ടുപിടിക്കാൻ വഴിയൊന്നും ഇല്ലെന്നാണോ സാർ പറയുന്നത്? അങ്ങനെയല്ല. കുട്ടി ഫോൺ ചെയ്ത് പറഞ്ഞപ്പോൾ തന്നെ കൺട്രോൾ റൂമിൽ നിന്ന് എല്ലായിടത്തേക്കും മെസ്സേജ് പോയിട്ടുണ്ട്. വിമാനത്താവളങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലേക്കും ബസ് സ്റ്റാൻഡുകളിലേക്കും ഒക്കെ അകത്ത് മെസ്സേജ് പോയിട്ടുണ്ട്. വണ്ടി നമ്പർ ഫേക്ക് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വണ്ടിയുടെ മോഡലും കളറും ഒക്കെ ഫോക്കസ് ചെയ്താ പ്രധാനമായും അന്വേഷണം നടക്കുന്നത്. കാണാതായ ആളുടെ ഫോട്ടോ ഫോണിൽ അയച്ചു കിട്ടിയതുകൊണ്ട് അന്വേഷണം കുറച്ചുകൂടി എളുപ്പമാണ്. ആ ഫോട്ടോ ആര് തന്നാ പറഞ്ഞത്? കാണാതായ ശാരദാമ്മയുടെ മകളാണ് സർ, ശാലിനി. ഇപ്പൊ ഇത്തിരി മിസ്സിംഗ് കേസുകൾ പതിവാ. നമ്മുടെ DYSP സാർ തന്നെ ഇതുപോലൊരു മിസ്സിംഗ് കേസ് നേരിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഒരു രാധയുടെ. ഈ രാധ കോടതി വരെയൊന്നും എത്തില്ല മേഘനാഥൻ സാറേ. അതിനു മുമ്പ് ഞാൻ തൂക്കിയിരിക്കും. അത് DYSP മുകുന്ദനുണ്ണി മേഘനാഥൻ സാറിന് തരുന്ന വാക്കാ. എന്തായാലും ശാരദാമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു കിട്ടും.
ആ പിടിച്ചോണ്ട് പോയവന്മാരെയും തൂക്കും. നമ്മുടെ ഡിവൈഎസ്പി സാറേ ആള് പുലിയാ. ആ, ഞാനൊന്ന് സംസാരിക്കണോ DYSP സാറിനോട്? ആ കാണുന്നേ തകരാറൊന്നുമില്ല. ആ ഈ ഫോണിൽ ആരെങ്കിലും വിളിച്ചാ എന്നെയും കൂടി ഒന്ന് അറിയിക്കണം. ശരി. ദേ കൊച്ചേ, ആ? ഒന്ന് നിന്നേ. ദാ ഈ ഫോൺ അടിക്കുന്നു. ശാലിനിയാണല്ലോ. ഹലോ ശാലിനി. അഞ്ജലി അഞ്ജലി ഇപ്പൊ എവിടെയാ? ഞാൻ പോലീസ് സ്റ്റേഷനിലാ ശാലിനി. നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഇല്ല അഞ്ജലി, ഞങ്ങള് ആ ശരി, ഞാൻ പറഞ്ഞോളാം. ആ ദാ എന്താ? ശാരദാമ്മയുടെ മകളാണ് സാർ. അവരെ തട്ടിക്കൊണ്ടുപോയ വാഹനം ആഴിമല ഭാഗത്തേക്ക് പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. എന്നാ ആര് പറഞ്ഞു? അവരെ ആരെങ്കിലും പോലീസിന്റെ പണി ഏൽപ്പിച്ചിട്ടുണ്ടോ? അതൊക്കെ ഇവിടുത്തെ ഡിവൈഎസ്പി സാർ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളൂ. ആ കൊച്ചിനെയും മേഘനാഥനെയും കണക്ട് ചെയ്ത് അന്വേഷിക്കുന്നതാണ് നല്ലതെന്നായി എനിക്ക് തോന്നുന്നത്. ഒരാഴിമല പോലും. ഇത് എവിടെയോ കണ്ടതില്ല, പരിചയമുണ്ടല്ലോ. കിട്ടി കിട്ടി ആളെ കിട്ടി. അതായത് കോടതിയിൽ അവള് വരുമ്പോ ഒരു മിനിറ്റ്. എന്താടോ, ഞാൻ ഇവിടെ ഒരു സീരിയസ് കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുക. സാറേ ഈ ഒന്നും സംസാരിക്കാനില്ല. സാർ അന്വേഷിച്ചിടക്കുന്ന ആളെ കിട്ടി. രാധ അല്ല 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 സുഭദ്ര. സുഭദ്ര ഇവിടെ ഉണ്ട് സാറേ. എവിടെ? ഇവിടെ ഉണ്ട് സാർ ഇരിക്കുന്ന DYSP ഓഫീസിന്റെ മുറ്റത്ത്. എന്താ എന്താ മേഘനാഥൻ സാറേ? അയ്യോ പോവല്ലേ, അതാ കൊച്ചേ മേഘ സാറൊന്ന് വന്നോട്ടുണ്ട്. എവിടെ? സാറേ എവിടെയാണോ? സാറേ ദേ പോകുന്നു നോക്ക് സാറേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.